ഇതാണ് കിളികള് പറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. വരും പർപ്പിൾ കളർ ലൈറ്റ് ഒക്കെ പിടിച്ച് ഇങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യം സന്ദർശിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ചോദ്യം തീർക്കട്ടെ, ഒരു രാജ്യം സന്ദർശിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല്, പോവാൻ അവസരം കിട്ടിക്കഴിഞ്ഞാല് ഏത് രാജ്യത്ത് പോകും? ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ കൊറിയ, ഒരെണ്ണം പറഞ്ഞാൽ മതി. ഇല്ല, ഒന്നെങ്കിൽ കൊറിയ അല്ലെങ്കിൽ ജപ്പാൻ, രണ്ടിലൊന്നും. ഞാൻ എന്തിനാ പോണേ? അവിടെ പോയിട്ട് എന്താ? കൊറിയ പോയിട്ട് കൊറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ കൊറേ ടൈപ്പ് വെറൈറ്റി ഫുഡ് കഴിക്കാൻ പറ്റും, പറ്റും. അവിടെ മെയിൻ ആയിട്ടുള്ള സംഭവം മറ്റേ ഇങ്ങനെ ഉപ്പിലിട്ട ഫുഡൊക്കെയാണ്. ഇല്ല, അവിടുത്തെ ഒരു ഫുഡുണ്ട്, അവിടെ ഒരു ഫുഡുണ്ട്. ഒക്ടോപസ് ആണെങ്കിൽ ജീവനോടെ ഒരു കറി ഇട്ട് കഴിക്കുന്നത്. അതൊക്കെ നമ്മൾ ട്രൈ നോക്കാം. നമ്മൾ വേറെ പിന്നെ കോക്രോച്ചിനെ ഇതിന്റെ അത് ഇട്ട് കഴിക്കുന്നു. കൊറിയയിൽ അങ്ങനെയൊന്നുമില്ല, തായ്ലൻഡിൽ അങ്ങനെയുള്ള. കൊറിയയിലാണെങ്കിൽ ഇങ്ങനെ മറ്റേ ഇങ്ങനെ എരി പോയിട്ടുള്ള സ്പൈസി ഫുഡ്സ്, തൊബോക്കിയ, പിന്നെ എന്തോ അങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ കൊറിയയിൽ പോയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. പിന്നെ അവിടുത്തെ കുറെ രാജ്യം വിസിറ്റ്, എന്നാൽ അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യണം. ഞാൻ പോവാണെങ്കിൽ വേണമെങ്കിൽ 2 ആഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്ത് ഒരാഴ്ച, അത് ഞാൻ 2 ആഴ്ച എടുക്കാം. എന്നിട്ട് അവിടെ അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ കൊറിയ ചൂസ് ചെയ്യാനുള്ളതിന്റെ കാരണം? എനിക്കാണെങ്കിൽ BTS എന്ന് പറയുന്ന ഒരു ബോയ് ബാൻഡ് ഉണ്ട് അവിടെ തന്നെ. അപ്പൊ എനിക്കാണെങ്കിൽ അവരുടെ ബോയ് ബാൻഡ് BTSനെ കാണാൻ വേണ്ടി പോകുന്നതാണോ? BTSന്റെ ഒരു കൺസേർട്ടിന് പോകണമെന്നുണ്ട് എനിക്ക്. കൊറിയ ചെന്നിട്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറയില്ലേ? ഞാൻ ചോദിച്ചിട്ട് BTS കൊണ്ട് വരാൻ പോലെ. അപ്പൊ എനിക്ക് BTSന്റെ കൺസേർട്ടിന് പോയിട്ട് അവിടെ മറ്റേ അവരുടെ ആണെങ്കിൽ പർപ്പിൾ കളർ ലൈറ്റ് ഒക്കെ പിടിച്ച് ഇങ്ങനെ ആരെ കാണുമ്പോ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ആണെങ്കിൽ അവിടെ ഒക്കെ കറങ്ങി നടന്ന് അവിടുത്തെ വെറൈറ്റി ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വരാം. എപ്പോ? അല്ല, ഈ BTSല് പാട്ട് പാടുന്ന ഒരു സുന്ദരന്മാരാണോ? അതെ, 7 പേരുണ്ടറിയ, 7 പേര്. 7 പേരിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് വീനാണ് ഇഷ്ടം. വിക്ടറി. 7 പേരുണ്ട്. ഒന്ന് ജിമിന്, ഒന്ന് സുഖ, ഒന്ന് ജിന്ന്, ഒന്ന് ജംഗുഹൂക്ക്, ഒന്ന് ആറം, പിന്നെ സുഖ. അതിൽ ഏറ്റവും സുന്ദരനാര്? എനിക്ക് വിയേഷ്. എനിക്ക് ജിമിന്. നീ അറിയത്തില്ല ഈ ആൾക്കാര്? അല്ല, ഭയങ്കര നിരാശയായിട്ട് നിൽക്കുന്നു, അതുകൊണ്ട് അല്ല, എനിക്ക് ഒരാളുടെ പേരറിയുള്ളൂ. വി അറിയാം, ജിം അറിയാം, ആറം അറിയാം. ഒരാളുടെ പേരറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3 പേരുടെ പേര് പറഞ്ഞല്ലോ. അതിപ്പോ ഞാൻ പറഞ്ഞതുണ്ട്. ഞങ്ങളുടെ റൂമിലാണെങ്കിൽ ഞങ്ങളൊരു ഫോട്ടോ ഫ്രെയിം ആഗ്രഹിച്ചിട്ടുണ്ട്. 7 ആൾക്കാരും ഉണ്ട്. എന്റെ ബർത്ത്ഡേ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് വയസ്സായിട്ട് അവര് കൺസേർട്ടിന് അവര് ബോയ് ബാൻഡ് നിർത്തോ എനിക്കൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും പോയി BTSനെ കണ്ടിരിക്കാം, കാണാൻ പറ്റുകയാണെങ്കിൽ. കൊറിയയിൽ പോകുന്ന നടന്നില്ല, ഞാൻ ജപ്പാനിൽ പോകുന്നില്ല. അത് പോട്ടെ, നിനക്ക് BTSൽ ആരെയാണ് ഇഷ്ടം? ഓ, അങ്ങനെ നമുക്ക് അങ്ങനെ ഇഷ്ടമില്ലെന്നോ? ഓക്കെ, ശരിയാ. വലിയ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ, അവരുടെ ഒരു പാട്ട് പാടുവോ? ഞാൻ പാട്ടിന്റെ പേര് പറയാം. ഒന്ന് ഡൈനാമൈറ്റ് എന്ന് പറയുന്നുണ്ട്, പിന്നെ മറ്റേ ബട്ടർ എന്ന് പറയുന്ന ഒരെണ്ണുണ്ട്. എനിക്ക് പാട്ട് പാടണ്ട, ഞാൻ അവിടെ ചെല്ലുമ്പോ പാട്ട് പാടിക്കണം. ഞാൻ അവിടെ ചെല്ലുമ്പോ പർപ്പിൾ ലൈറ്റ് വെച്ച് ഫുള്ള് ഡാർക്ക് ആയിട്ട് അവിടെ എല്ലാവരുടെയും കയ്യില് BTSന്റെ പർപ്പിൾ സ്റ്റിക്ക് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് നടത്തിരിക്കും. 2 ആഴ്ച എന്റെ ട്രിപ്പ്. പ്ലെയിനിൽ കയറി ഞാൻ പോന്നായിരിക്കും. അല്ല, നടന്നു പോയാൽ മതി. പ്ലെയിനിൽ കയറുമ്പോ പൈസ ആവുകയല്ല. ഇവിടുന്ന് സൈഡ് പറ്റി. അതെന്റെ പ്ലെയിനാണ്. ഇത് സത്യമാണെന്നുള്ള കാര്യം അറിയിക്കേണ്ടിട്ടാ. പിന്നെ ഞാൻ തന്നെ ഇതിന്റെ കാര്യമാണ് സത്യമാണെന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്നിട്ട് നമ്മളാണെങ്കിൽ നമ്മളൊരു കാര്യം അമ്മ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു കിളി, എന്തെങ്കിലും ടൈപ്പ് കിളി പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം അത് സത്യമാകുമോ എന്നുള്ള കാര്യമാണ്. ഇപ്പൊ പ്ലെയിൻ ആണല്ലോ പറഞ്ഞത്. അല്ല, ഞാൻ കിളിയുടെ കാര്യം. അതെന്റെ പ്ലെയിനാണ്, എന്റെ കൊറിയ പോകാനുള്ള പ്ലെയിൻ. എല്ലായിടത്തും എല്ലാം നോക്കുന്നുണ്ട്. ഞാൻ കൊറിയ പോവാ നോക്കട്ടെ. നീ കൊറിയ പോകുമ്പോ ഇവിടെ കൊണ്ടുപോവോ?
ഒറ്റ കിളി പോലും പറക്കുന്നില്ല. കിളികള് പറന്നെത്താൻ വേണ്ടി കിളികള് പറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. വരും കിളികള് ചന്ദ്രൻ വന്നു, മുകളിൽ വന്നു. ഞാൻ കൊറിയയിലായിരിക്കും ജപ്പാനിലായിരിക്കും പോകാൻ പോണേ. ജപ്പാനിൽ പോവോ? അല്ല, ചന്ദ്രൻ വരെ കണ്ടു, ഒറ്റ കിളി പോലും വന്നിട്ടില്ല. അമ്മ അങ്ങനെ പറയുന്ന കിളികൾ ഒച്ചയൊക്കെ ഇപ്പൊ വരും. ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്ന കിളികൾ ഇപ്പൊ ഒരെണ്ണം പോലും ഇല്ലെന്നതാ. പറയാം, ഞാനാണെങ്കില് കൊറേ പോയിരിക്കും, 2 ആഴ്ച ടിക്കറ്റ് എടുക്കും, പ്ലെയിനിൽ കയറി ഞാൻ പോകുന്നതായിരിക്കും. എടി, ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഫ്ലൈറ്റിന് പോകാൻ പൈസ കൂടുതലായിരിക്കുമല്ലേ, നടന്നു പോടി. എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കൊറിയന്ന് പോകും. ഇന്നലല്ലോ, ഞാൻ കൊറിയയിൽ പോവോ? ഇപ്പൊ ഞാൻ കണ്ടത് കറുത്ത പക്ഷിനെ. എല്ലായിടത്തും നോക്കി കാണാൻ വരും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോ മറ്റേ BTS-ലെ VA ഒന്ന് കാണിച്ചു തരണേ. ഞാൻ കാണിച്ചു തരും. ഓ ചേച്ചി കൊറിയ പോത്തില്ല. അമ്മ ഞാൻ ചേച്ചി കൊറിയ പോത്തില്ല. ചേച്ചി കൊറിയ പോത്തില്ല. എന്നാ ശരി, എന്നാ കൊറിയ പോയില്ലേലും തിരിച്ച് വീട്ടിൽ പോയാലോ? അത് പ്ലെയിൻ, എന്തോരു പ്ലെയിൻ. എന്റെ പ്ലെയിനുകൾ കാത്തു നിൽക്കും അവിടെ. അതോ പിന്നെയും പ്ലെയിനോ? ചേച്ചി കൊറിയ പോകൂല. പക്ഷികൾക്കറിയാം ഞാൻ എന്നാണേലും അവിടെ പോയില്ലേലും പക്ഷികളിന് പകരം എന്റെ പ്ലെയിനുകളാണ് വന്നത്. ഇപ്പൊ 3 പ്ലെയിനാണ് നിൽക്കണത്. എന്നാ ശരി, എന്നാ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയി. ശരി, എന്നാ തിരിച്ച് വീട്ടിൽ പോകാം. ഇതാണ് നമ്മുടെ ആൾക്കാർ. ഇതാണ് അവരുടെ അവര് ടോയ്സ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഓരോ ആൾക്കാരുടെ ഫേവറേറ്റ് ടോയ്സ് ആയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇതാണ് വിയെ കണ്ടെ ഭംഗിയില്ലല്ലോ. നോക്ക്, ഇത് ജിമിന്, ഇത് സുഗ, ഇത് ജയഹോപ്പ്, ഇത് ജങ്കൂക്ക്, ഇത് ആറം, ഇതാ മെയിൻ ലീഡർ, റാപ്പ് ചെയ്യുന്ന ആള്. ഇത് ജിമിനെ എനിക്ക് പെട്ടെന്ന് അറിയുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് എല്ലാം മുഖം കുറച്ചുകൂടി സെയിം ആയിട്ടൊന്ന്. സുഖേനെ, ആറമിനെയും ബീനെയും എത്തിച്ചറിയാൻ പറ്റും. ഈ 3 ആൾക്കാരെ മാത്രമേ എനിക്ക് അങ്ങോട്ടും മാറിപ്പോ. അപ്പോൾ താങ്കൾക്ക് കൊറിയയിൽ പോയി താങ്കളുടെ പ്രിയപ്പെട്ട ഈ ആൾക്കാരെല്ലാം കണ്ടിരിക്കും. ആയിക്കോട്ടെ, ആശംസകൾ. ഇങ്ങനെ കുത്തി പറയണമെന്ന് എനിക്കൊരു ഫീല്. ഇല്ല, ആശംസകൾ. ആയിക്കോട്ടെ, എന്തായാലും ഒരാഗ്രഹമല്ലേ. അമ്മ കുത്തല്ലേ, എനിക്ക് നെഞ്ചത്ത് കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോവുക. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുക. പിള്ളേർക്ക് ആഗ്രഹമല്ലേ, മറ്റേ സാധിച്ചു കൊടുക്കുക. അമ്മമാര് സാധിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അല്ല, അപ്പൊ പൈസ ആര് തരും? അമ്മത് മിറ്റത്തിറങ്ങി മരത്തെ കൊലുക്കുമ്പോ ഇങ്ങനെ കാശ് ചാടും. കൊഴപ്പില്ല, വലുതായിട്ട് പഠിച്ച ഒരു പണിയൊക്കെ മേടിച്ച് പൊക്കോ. VA ഒക്കെ കണ്ടിട്ട്. ഇത് ഞങ്ങള് വരച്ചതാണ്, ഞാൻ വരച്ചതാണ്. BTS-ന്റെ പാവകളൊക്കെ ഇതൊക്കെ. മറ്റേ വീടെ പാവ ചെയ്തോ? ഇതിപ്പോ കൊറേ പാവണ്ടല്ലേ, എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ. എനിക്ക് നടുക്കത്തെ വെള്ളം. എനിക്ക് അത് ഇഷ്ടപ്പെട്ട. ഇത് വേറെ, ഇത് ബ്ലാക്ക് പിങ്ക് എന്ന് പറയുന്ന ഒരെണ്ണം. ഇതും കൊറിയൻ ബാൻഡ് തന്നെയാണോ? ഇതും കൊറിയൻ ബാൻഡ് തന്നെയാ. ഇത് പെൺപിള്ളേരുടെയാണോ? അത് പെൺപിള്ളേർ 4 പേര്. അത് എനിക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്നു. ഇതിൽ 7 BTS-ൽ 7 പേരുണ്ട്, ബ്ലാക്ക് പിങ്കില് 4 പേര്, ഇതിലാണെങ്കിൽ 5 പേര്. ഇത് TXT എന്ന് പറയുന്ന ഒരെണ്ണം. 5 പേരുള്ള ഇത് വേറെ ബാൻഡാണ്, വേറെ പോയി ബാൻഡ്. ഇതിൽ 1 2 3 4 അത് ഓരോ ആൾക്കാരുടെ പാവയാ. ഇത് പേര് വെച്ചിരിക്കുന്നു. ഹുയിങ്ക, തെയുങ്, ബെഞ്ചമിൻ, സുബിൻ, അങ്ങനെ കുറെ പേര് കാണാം. ഓക്കെ, കൊള്ളാം, പടം നന്നായിട്ടുണ്ട്. ശരി, എന്നാ ബൈ ബൈ.